രോഗങ്ങൾ നമ്മുടെ മൈൻഡുമായിട്ട് കണക്ഷൻ ഉണ്ടോ? ഉണ്ട് കേട്ടോ. നമുക്കുണ്ടാകുന്ന രോഗങ്ങളിൽ 80% സൈക്കോസൊമാറ്റിക്കാണ്. സൈക്കോസൊമാറ്റിക് അതായത് മൈൻഡായിട്ട് കണക്ട് ചെയ്യുന്ന രോഗങ്ങൾ, നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ 80%. ഇപ്പം അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പേഷ്യൻസിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് കേട്ടോ. അമേരിക്ക അടക്കം അമേരിക്കയിലെ മാസച്യൂസെറ്റ്സ് യൂണിവേഴ്സിറ്റി, റോച്ചസ്റ്റർ യൂണിവേഴ്സിറ്റി അടക്കം പല യൂണിവേഴ്സിറ്റികളും പല പ്രൊഫസേഴ്സ്, സൈക്കോളജിസ്റ്റുകൾ, സൈക്കാട്രിസ്റ്റുകളൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള പല പേഷ്യൻസിൻ്റെ പഠനം നടത്തി. എന്തുകൊണ്ടാണ് ഈ രോഗങ്ങൾ ഇങ്ങനെ ചിലരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പകർച്ചവ്യാധിയല്ല, കോവിഡ് പോലത്തെ പകർച്ചവ്യാധിയല്ല, അല്ലാത്ത ഇൻഡിപെൻഡൻറ്റ് രോഗങ്ങളുണ്ടല്ലോ. ക്യാൻസർ, വെരിക്കോസ് വെയിൻ, ബാക്ക് പെയിൻ, ഹാർട്ട് അറ്റാക്ക്, കിഡ്നി ഡിസീസ്, യൂട്രസ് ആയിട്ടുള്ള പ്രോബ്ലംസ്, പ്രോബ്ലംസ്, ഇങ്ങനെ ഈ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന വ്യക്തിപരമായ രോഗങ്ങൾ, ഇങ്ങനെ പല പേഷ്യൻസിൻ്റെ ലൈഫ് ഇങ്ങനെ ഈ മെഡിക്കൽ സയൻസ് പഠിച്ചു. സൈക്കോളജിസ്റ്റുകൾ, സൈക്കാട്രിസ്റ്റുകൾ, ഇങ്ങനെ പല മേഖലകളിൽപ്പെട്ട വിദഗ്ധർ പഠിച്ചു. പല രാജ്യത്തുള്ള പല പേഷ്യൻസിൻ്റെ, ക്യാൻസർ പേഷ്യൻസിൻ്റെ ലൈഫ്, ഈ ക്യാൻസർ വരുന്നതിന് മുമ്പ് അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു, അവരുടെ ഇമോഷൻസ് എന്തായിരുന്നു, അവരുടെ ഫീലിങ്സ് എന്തായിരുന്നു, അവരുടെ തോട്ട്സ്, അവരുടെ സംസാര രീതി എന്തായിരുന്നു. കിഡ്നി പേഷ്യൻസ്, അവരുടെ ലൈഫ് മുമ്പ് എങ്ങനെയായിരുന്നു. അപ്പം ഈ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള പല പേഷ്യൻസിൻ്റെ ലൈഫ് ഈ മെഡിക്കൽ സയൻസ് പഠിച്ചു, വിദഗ്ധർ പഠിച്ചു. അതിനുശേഷം മെഡിക്കൽ സയൻസ് പറയുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? മെഡിക്കൽ സയൻസ് പറയുന്നു നമുക്കുണ്ടാകുന്ന രോഗങ്ങളിൽ 80% സൈക്കോസൊമാറ്റിക്കാണ്, മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യൻസ്, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന പേഷ്യൻസിൽ 80%. 20% നമ്മുടെ കയ്യിലല്ല, അത് കുറേ ഹെറിഡിറ്ററി ആയിട്ട് വരും, ജനറ്റിക് ആയിട്ട് വരും, കുറേ വരും. ഒരു 80% നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് 80% പേഷ്യൻസും. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന 80% പേഷ്യൻസ്, ഹോസ്പിറ്റലിൽ കിടക്കേണ്ട, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ മെഡിസിൻ കഴിക്കുന്ന പേഷ്യൻസിൽ ഒരു 80% അവരുടെ രോഗങ്ങൾ അവർ തന്നെ വരുത്തി വെച്ചതാണ്. അവരുടെ നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് തോട്ട് പാറ്റേൺസ്, നെഗറ്റീവ് ഫീലിങ്സ്, ആ ഇമോഷൻസ് സപ്രസ് ചെയ്ത് വെക്കുക. ഇതിലൂടെയൊക്കെ അവർ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് തെറ്റായിട്ടുള്ള മെസ്സേജ് കൊടുത്തു. അതനുസരിച്ച് നമ്മുടെ ബോഡി കെമിസ്ട്രി മാറിമറിഞ്ഞു. നമ്മുടെ സെല്ലുകൾക്കൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. ടോക്സിൻസ് നമ്മുടെ ഉള്ളിൽ മൈൻഡിൽ കിടന്നു, അത് നമ്മുടെ ബോഡിയിലേക്ക് വ്യാപിച്ചു, പല അസുഖങ്ങളുണ്ടായി. ഓരോ നെഗറ്റീവ് ഇമോഷൻസ് ഓരോ അസുഖങ്ങൾക്ക് കാരണമാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓരോ നെഗറ്റീവ് ഇമോഷൻസ് ഓരോ അസുഖങ്ങൾ കാരണമായി തീരും. ഒരു നെഗറ്റീവ് ഇമോഷൻ എല്ലാ അസുഖങ്ങളും കൊണ്ടുവരത്തില്ല. ഓരോ നെഗറ്റീവ് ഇമോഷൻസും സെപ്പറേറ്റ് രോഗങ്ങളെ കൊണ്ടുവരുന്നത്. ഇതിനെക്കുറിച്ച് ഒത്തിരി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ ഒന്നിട്ട് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒന്ന് പറയുവാണെങ്കിൽ ക്യാൻസറും നമ്മുടെ ഇമോഷൻസുമായിട്ട് ബന്ധമുണ്ട്. ഈ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ക്യാൻസർ പേഷ്യൻസ് പഠനം നടത്തി. ഓക്കെ, നല്ല അതാണ്. ഓക്കെ, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ക്യാൻസർ പേഷ്യൻസ് പഠനം നടത്തിയിട്ട് മെഡിക്കൽ സയൻസ് പറയുന്ന കാര്യം എന്താണെന്നറിയാവോ? ഈ 60% ക്യാൻസർ പേഷ്യൻസും, ഉദ്ദേശം 60% ക്യാൻസർ പേഷ്യൻസും അവരുടെ ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പ് സൂക്ഷിക്കുന്ന വ്യക്തികളാണ്, റിസൻമെൻറ്റ് സൂക്ഷിക്കുന്ന വ്യക്തികളാണ് 60% ക്യാൻസർ പേഷ്യൻസും. ഓക്കെ, അപ്പം തങ്ങളുടെ ജീവിതത്തിൽ ആരോ ദ്രോഹിച്ചു, തങ്ങളെ ആരോ വേദനിപ്പിച്ചു, അവരോട് ക്ഷമിക്കാതെ പകയും വെറുപ്പും കൊണ്ടു നടന്നു. ആ പകയും വെറുപ്പ് അവരുടെ ഉള്ളിൽ മനസ്സിൽ ടോക്സിനായിട്ട് മാറി, അവസാനം അവരുടെ ശരീരകോശങ്ങളെ സ്വാധീനിച്ചു, ക്യാൻസറിലേക്ക് നയിച്ചു. എന്ന് പറഞ്ഞാൽ മനസ്സിൽ പകയും വെറുപ്പും സൂക്ഷിച്ചാൽ ക്യാൻസർ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഉണ്ടാകാം. ക്യാൻസർ ഉണ്ടായവരെല്ലാവരും ഈ പകയും വെറുപ്പും സൂക്ഷിച്ചവരല്ല, പക്ഷേ ഉണ്ടാകാം. അത് കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ കൗൺസിലിംഗ് രംഗത്തുള്ള വ്യക്തിയാണ്. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ അനേകം പേഷ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ആരോടെങ്കിലും ക്ഷമിക്കാതെ വെറുപ്പ് കൊണ്ടു നടക്കുന്ന വ്യക്തികൾക്ക് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നമ്മൾ അവരുടെങ്കിൽ ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കുക, വിട്ട് കളയുക. നമ്പർ 2, വെറുപ്പ് സൂക്ഷിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു രോഗമാണ് സ്കിൻ ഡിസീസ്, സോറിയാസിസ് അടക്കമുള്ള സ്കിൻ ഡിസീസ്. ഈ ചില അസുഖങ്ങൾ നമ്മൾ എത്ര ചികിത്സിച്ചാലും മാറത്തില്ല. മെഡിസിൻ തേക്കുമ്പം കുറയും, പക്ഷേ പിന്നെയും വന്നുകൊണ്ടിരിക്കും. താരം തലയിൽ പിടിക്കുക, സോറിയസിലുണ്ടാവുക. ഗ്രാറ്റുവോടൊക്കെ നല്ല പവർഫുള്ളാണ് കേട്ടോ. ഗ്രാറ്റുവോട് നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പം ചില അസുഖങ്ങൾ സ്കിൻ ഡിസീസ്, ഈ ചില ആൾക്കാർക്ക് സ്കിൻ ഡിസീസ് സോറിയാസിസ് വന്നാൽ മാറത്തില്ല. എത്ര മെഡിസിൻ തേച്ചാലും മാറത്തില്ല, കുറയും, പിന്നെയും വന്നുകൊണ്ടിരിക്കും. അതിന് കാര്യം എന്താണെന്നറിയാവോ? അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പ് സൂക്ഷിക്കുന്നുണ്ട്. ആദ്യം മനസ്സിൽ ഹീലിംഗ് നടക്കണം, മൈൻഡിൽ ഹീലിംഗ് നടക്കണം. മനസ്സിൽ ഹീലിംഗ് നടന്നെങ്കിൽ മാത്രമേ ബോഡിയിൽ നമുക്ക് ഹീലിംഗ് ഉണ്ടാകത്തുള്ളൂ. നമ്മളിപ്പോൾ മെഡിസിൻ കഴിച്ചെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് രംഗത്തൊക്കെ ഉള്ളവരോ പ്രൊഫഷണൽ രംഗത്തൊക്കെ ഉള്ളവർ കാണും, ട്രീറ്റ്മെൻറ്റ് രംഗത്തുള്ളവർ, ഹീലിംഗ് രംഗത്തൊക്കെ ഉള്ളവർക്ക് ഉണ്ടാകുന്ന ഈ കൂട്ടത്തിൽ കാണുമായിരിക്കും. അറിയേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? ഹീലിംഗ് ഉണ്ടാക്കുന്നത് മെഡിസിൻസ്, ഡോക്ടർമാരല്ല.
ഡോക്ടർമാരല്ല ഹീലിംഗ് ഉണ്ടാക്കുന്നത്, പേഷ്യൻസിന് ഹീലിംഗ് ഉണ്ടാക്കുന്നത് ഡോക്ടർമാരോ പ്രൊഫഷണൽസോ അല്ല. അവർ മെഡിസിൻ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഡോക്ടർമാർ രോഗം ഡയഗ്നോസ് ചെയ്യുന്നു, മെഡിസിൻ കൊടുക്കുന്നു. ആ മെഡിസിൻ ബോഡി വർക്കാക്കുന്ന ആരാന്നറിയാവോ? ഉപബോധ മനസ്സാണ്. സബ് കോൺഷ്യസ് മൈൻഡാണ് മെഡിസിൻ നമ്മുടെ ബോഡി വർക്കാക്കുന്ന രോഗസൗഖ്യം ഉണ്ടാക്കുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളൊക്കെ പലപ്പോഴും പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഒരു പേഷ്യൻറ്റിൻ്റെ നില വഷളായി, വളരെ മോശമായ അവസ്ഥയിലാണ്. അപ്പം ആ പേഷ്യൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ പണമുണ്ട്. അപ്പം എന്ത് ചെയ്തും ആ പേഷ്യൻറ്റിൻ്റെ ബന്ധുക്കൾ ധാരാളം നല്ല എക്സ്പെർട്ട് ഡോക്ടേഴ്സിനെ കൊണ്ടുവരുന്നു. അമേരിക്കയിൽ നിന്ന് ഡോക്ടർമാരെ കൊണ്ടുവരുന്നു, ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവരുന്നു. പല ഡോക്ടർമാരും മാറി മാറി സ്കാൻ ചെയ്യുന്നു, പല പല മെഡിസിൻസ് മാറി മാറി കൊടുക്കുന്നു. പക്ഷേ ഡോക്ടർമാർ പറയുന്നു മെഡിസിനോട് പേഷ്യൻറ്റിൻ്റെ ബോഡി റിയാക്ട് ചെയ്യുന്നില്ല, മെഡിസിനോട് ശരീരം പ്രതികരിക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡോക്ടർമാർക്ക് മെഡിസിൻ കൊടുക്കാനേ പറ്റത്തുള്ളൂ. രോഗം കണ്ടുപിടിക്കാൻ മെഡിസിൻ കൊടുക്കുക. ആ മെഡിസിൻ ബോഡി വർക്കാക്കുന്നതെന്നറിയാവോ? ഉപബോധ മനസ്സാണ്. നമുക്ക് ഹീലിംഗ് ഉണ്ടാക്കുന്ന ഉപബോധ മനസ്സാണ്. രോഗം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഹീലിംഗ് ഉണ്ടാക്കുന്ന ഉപബോധ മനസ്സാണ്. വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മളിപ്പം രാവിലെ കടയിൽ പോകാൻ വേണ്ടിയിട്ട് അല്ലെ ഓഫീസിൽ പോകാൻ വേണ്ടി അവർ റെഡി ആവുകയായിരുന്നു. നമ്മളിന്ന് ബസ്സിനാണ് പോകുന്നത്. ഇന്ന് കാർ നമ്മൾ കൊടുത്തിട്ട് വർക്ക്ഷോപ്പിലാണ് സർവീസ് ചെയ്ത് കിട്ടിയില്ല, ബസ്സിന് പോവുകയാണ്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇച്ചിരി സമയം പോയി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന വെച്ചാൽ ബസ് വരുന്ന ഒച്ച കേട്ടു. നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി ബസ് പിടിക്കാൻ വേണ്ടി ഓടി. അപ്പം ബസ്സിൽ കയറാൻ വേണ്ടി ഓടി പോകുന്ന വഴിക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ വഴിയിലൊരു കല്ല് കിടപ്പുണ്ടായിരുന്നു. നമ്മൾ കണ്ടില്ല. നമ്മുടെ കാല് ആ കല്ലിൽ തട്ടി. നമ്മൾ മുമ്പോട്ട് ആഞ്ഞു വീണു. കൈ കുത്തിയാണ് വീണത്. കിടുങ്ങുന്നൊരു സൗണ്ട് കേട്ടു. നല്ല പെയിനുണ്ട്. പെട്ടെന്ന് നീര് വെച്ച് കൈക്കൊക്കെ. നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകും. ചിലപ്പം ഡോക്ടർ എന്ത് ചെയ്യും? ഡോക്ടർ പറയും നമുക്ക് എക്സ്റേ എടുക്കാം, ECG എടുക്കാം, സ്കാൻ ചെയ്യാം, എല്ലാം ചെയ്യും. അതിനുശേഷം പറയും ബോൺസിന് ഫ്രാക്ചറുണ്ട്, പൊട്ടിയിട്ടുണ്ട്, നമുക്ക് പ്ലാസ്റ്റർ ഇട്ടാക്കാം, ഓപ്പറേഷൻ ചെയ്യാമല്ലോ, പ്ലാസ്റ്റർ ഇട്ടാക്കാമെന്ന് പറയും. ഇട്ടോളാൻ പറയും, വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പം ഡോക്ടർ നേഴ്സിലാണ് കൂടെ പ്ലാസ്റ്ററൊക്കെ ഇടും, നമുക്കൊരു ഇഞ്ചക്ഷനൊക്കെ തരും, കുറേ മെഡിസിൻസ് ഗുളികകളൊക്കെ തരും. അതിനുശേഷം ഡോക്ടർമാർ പറയും ഇനി ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യമില്ല, പ്ലാസ്റ്ററൊക്കെ ഇട്ടില്ല, ഇനി വീട്ടിൽ പോയി മെഡിസിൻ കഴിച്ചാൽ മതി, 45 ദിവസം കഴിഞ്ഞ് വരിക, നമുക്കപ്പം പ്ലാസ്റ്റർ എടുക്കാമെന്ന് പറയും. അപ്പം ഡോക്ടർ അത്രേ ചെയ്യുന്നുള്ളൂ, രോഗം കണ്ടുപിടിക്കാൻ മെഡിസിൻ തരിക. ഇനി എന്ത് ചെയ്യണം? നമ്മൾ വീട്ടിൽ പോയി നമ്മൾ റെസ്റ്റ് എടുക്കുമ്പം നമുക്ക് എന്ത് ചെയ്യണം? ആ ബോൺസ് ജോയിൻ്റ് ആകണം. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? അതിന് ഹോസ്പിറ്റൽ വേണമെന്നൊന്നുമില്ല, വീട്ടിൽ പോയി മെഡിസിൻ കഴിച്ചാലും മതി. നമ്മൾ മെഡിസിൻ കഴിച്ച് കഴിയുമ്പം ആ മെഡിസിൻ വർക്കാക്കുന്ന ആരാ? ഉപബോധ മനസ്സ് വർക്കാക്കും. ഉപബോധ മനസ്സ് വർക്കാക്കിയിട്ട് ഹീലിംഗ് ഉണ്ടാക്കി തരും. അപ്പം മെഡിസിൻ ബോഡി വർക്കാക്കുന്ന ഉപബോധ മനസ്സ്, അത് നമ്മൾ പഠിച്ചിരിക്കണം. സബ് കോൺഷ്യസ് മൈൻഡ് ശരിക്കും ആക്റ്റീവ് ആയെങ്കിൽ മാത്രമേ മെഡിസിൻസ് രോഗി പ്രതികരിക്കത്തുള്ളൂ, രോഗം സൗഖ്യമാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കുവാണെങ്കിലുണ്ടല്ലോ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് രോഗസൗഖ്യം ഉണ്ടാകും. ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം. ഈ നമുക്കെല്ലാവർക്കും രോഗങ്ങളെ ഭയം. നമുക്ക് ഹീലിംഗ് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ മെഡിസിൻ ചെയ്യുന്ന കൂട്ടത്തിലുണ്ടല്ലോ ഈ സബ് കോൺഷ്യസ് മൈൻഡ് കൂടെ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹീലിംഗ് ഉണ്ടാകും. അപ്പം വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പം ഞാൻ പറഞ്ഞു ഈ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒന്നൊരു രോഗങ്ങളുടെ ഉദാഹരണം ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഓരോ ഇമോഷൻസ് ഓരോ അസുഖങ്ങൾക്ക് കാരണമായി തരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ഇമോഷൻ പറഞ്ഞായിരുന്നു, വെറുപ്പിൻ്റെ പരിണത ഫലമായിട്ട് ക്യാൻസർ ഉണ്ടാകാം, അതുപോലെ തന്നെ സ്കിൻ ഡിസീസ് ഉണ്ടാകാം, സോറിയാസിസ് ഒക്കെ ഉണ്ടാകാം. വേറൊരു ഇമോഷൻ പറഞ്ഞുതരാം. നമുക്കൊക്കെ പൊതുവെ സാധാരണക്കാർക്കുള്ളൊരു പ്രശ്നം, ഈ സാമ്പത്തിക പ്രശ്നമുള്ളവർക്ക്, കടബാധ്യത എന്നത് സാമ്പത്തിക പ്രശ്നമുള്ള വ്യക്തികൾക്ക് നടുവിന് വേദന മാറാതെ ഉണ്ടായിരിക്കും, എപ്പോഴും ബാക്ക് പെയിൻ ഉണ്ടാകും. സാമ്പത്തിക പ്രശ്നമുള്ള വ്യക്തികൾക്ക് ആ ഇമോഷൻ ബാക്ക് പെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എപ്പോഴും നടുവിന് വേദന ഉണ്ടാകും. അതുപോലെ തന്നെ ബാക്ക് പെയിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. ഇമോഷണലി പ്രോബ്ലം ഉള്ള വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ബന്ധങ്ങളിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർക്കും ഈ ലോവർ ബാക്ക് പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പിടിവാശിയുള്ള വ്യക്തികൾക്ക്, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പിടിവാശിയുള്ള വ്യക്തികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗമാണ് ആർത്രൈറ്റിസ്. സന്ധികളിലൊക്കെ വേദന, മുട്ടിനൊക്കെ വേദന, വഴക്കമില്ലാഴുക, സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല, ഇറങ്ങാൻ പറ്റത്തില്ല, അതൊക്കെ പിടിവാശിയുള്ള വ്യക്തികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന പിടിവാശി, ഒരു വിട്ടുവീഴ്ച മനോഭാവമുള്ള വ്യക്തികൾക്കുണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു രോഗമാണ് എന്താണെന്നറിയാവോ? മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. ബ്ലഡ് വെസൽസ് കട്ടിയാവുക, ബ്ലോക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാവുക. പിടിവാശി ഒട്ടും വിട്ടുകൊടുക്കത്തില്ലാത്ത വ്യക്തികൾക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒത്തിരി ഒരെണ്ണങ്ങളെ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ലേഡീസിനുണ്ടാകുന്നൊരു രോഗം, ഒരു ഗൈനക്കായിട്ടുള്ളൊരു പ്രോബ്ലം, അതൊരു ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. യൂട്രസിൽ ഫൈബ്രോയിഡ്, അതിപ്പം വളരെ കൂടുതലാണ്.
ഈ മുമ്പുണ്ടായിരുന്നേക്കാളും വളരെ കൂടുതലാണ് യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ടാവുക, ബ്ലീഡിംഗ് ഉണ്ടാവുക, യൂട്രസ് റിമൂവൽ അടക്കം ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ നല്ല കോളാണ്. ചെന്ന് കഴിയുമ്പോൾ അന്നേരം ഓപ്പറേഷൻ ചെയ്യുക, സിസ്റ്റ് ഉണ്ട്, നമുക്ക് ഓപ്പറേഷൻ ചെയ്തേക്കാം, ബയോപ്സി ചെയ്യുക, ഓപ്പറേഷൻ, യൂട്രസ് റിമൂവൽ അടക്കം പല ഓപ്പറേഷൻസ് ഇപ്പം വളരെ കൂടുതലാണ്. അതൊരു 80-90% വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്കുമാണ് കൂടുതലും ഉണ്ടാകുന്നത്. വിവാഹം മാരീഡ് ആയിട്ടുള്ള സ്ത്രീകൾക്കാണ് കൂടുതലും ഉണ്ടാകുന്നത്. അത് കാര്യം ഞാൻ പറഞ്ഞുതരാം, എന്താ കാര്യം എന്നുള്ളത്. ഇതൊരു യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ടാകുന്നൊരു 90% ആ സ്ത്രീകൾ വരുത്തി വെക്കുന്നതാണ്. അവരെ കുറ്റം പറയുന്നതല്ല, അവരറിയാതെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാക്കുന്ന രോഗമാണത് 90%. അതിനൊരു ഇമോഷൻ ഞാൻ പറഞ്ഞുതരാം, എന്താ കാരണം എന്നുള്ള പറഞ്ഞുതരാം. അത് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. അതായത് ഈ ചില സ്ത്രീകൾക്ക് അവരെ ജീവിത പങ്കാളി അവരെ വേദനിപ്പിച്ച് കഴിയുമ്പം ഒരു വിശ്വാസവഞ്ചന കാണിക്കുക, അവർക്ക് തങ്ങൾ സ്നേഹിച്ച ഒരാൾ തങ്ങളെ വേദനിപ്പിക്കുക, അപ്പം മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന, അതിയായ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായി, വിശ്വാസവഞ്ചനയോ ചതിവോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് വിചാരിക്കുക. ജീവിത പങ്കാളി നേട്ടം, മനസ്സിനേറ്റം മുറിവ്, ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ച് കഴിയുമ്പോൾ, ജീവിത പങ്കാളി ആരെങ്കിലും വേദനിപ്പിച്ച് കഴിയുമ്പം, ഒരു വിശ്വാസവഞ്ചന അങ്ങനെ ഉണ്ടായി കഴിയുമ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കത് ആ സ്ത്രീകൾക്ക് അത് ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി. അവർക്ക് ആ വിഷമം ഓവർകം ചെയ്യാൻ സാധിക്കുന്നില്ല. സ്ത്രീകൾക്കൊരു പ്രശ്നമുള്ളത് ഞാൻ പറഞ്ഞില്ല, ബ്രെയിനിന് പ്രശ്നമാണ്. ഈ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ബ്രെയിൻ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീകൾക്കൊരു കാര്യം മറക്കാൻ പറ്റത്തില്ല, അത് അവരുടെ കുഴപ്പമുള്ളത് ആ ബ്രെയിൻ അങ്ങനെ ആയതുകൊണ്ടാണ്. പുരുഷന്മാരുടെ കാര്യം പെട്ടെന്ന് മറന്നു കളയും, പക്ഷേ സ്ത്രീകൾക്ക് അത് ജീവിതകാലം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. സംഭവിച്ചാൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് അവരുടെ മനഃപൂർവ്വമല്ല കേട്ടോ, എല്ലാവരും ഇങ്ങനെ തന്നെ, അവരുടെ ബ്രെയിനിൻ്റെ കുഴപ്പം. അത് കുഴപ്പമല്ല, ബ്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം ഈ സ്ത്രീകളുടെ ജീവിതത്തിൽ ഈ തങ്ങളെ മനസ്സിനെ മുറിവേൽപ്പിച്ചൊരു അനുഭവം ജീവിത പങ്കാളി ഹസ്ബൻഡിൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടായെന്ന് വിചാരിക്കുക, ഹസ്ബൻഡോ സ്നേഹിച്ചിരുന്ന ആളൊക്കെ ഉണ്ടായെന്ന് വിചാരിക്കുക. വിശ്വാസവഞ്ചന കൂടുതലും വരുന്നത് അത്ര ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പം, പിന്നീട് ആ സംഭവത്തിന് ശേഷം എന്നും അതേപ്പറ്റി ഓർത്ത് ദുഃഖിച്ച്, അതേപ്പറ്റി ഓർത്ത് എന്നും വിഷമിച്ച് നീറി ജീവിക്കുന്ന സ്ത്രീകൾക്ക് 99% ഈ രോഗം വന്നിരിക്കും, യൂട്രസിൽ ഫൈബ്രോയിഡ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും വന്നിട്ട് നിങ്ങൾ പഠിച്ചു നോക്കിക്കൊള്ളുക, അവരുടെ ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്, ഹസ്ബൻഡ് വൈഫ് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ സ്ത്രീക്ക് സഹിക്കാൻ സാധിച്ചില്ല, അതിനുശേഷം അതേപ്പറ്റി ഓർത്ത് വിഷമിച്ച് ജീവിച്ചു, ഇതുണ്ടായി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാവോ? ഈ പുരുഷന്മാരും സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടിരിക്കുന്നത്, രണ്ടു കൂട്ടരും ശ്രദ്ധിക്കണം. നമ്മുടെ ലൈഫിൽ ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. പുരുഷന്മാരും സ്ത്രീകളും വിശ്വാസവഞ്ചന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. മറ്റുള്ളത് നമ്മളെ ചതിക്കുക, അതായത് ലോകം അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ചില പെയിനിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ച് കഴിയുമ്പോൾ, ഇത്ര ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഉണ്ടായി, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നോ, നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ ചിന്തിക്കുക, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ഇനി അത്ര സംഭവം ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. ഇനി അത്ര സംഭവം ഉണ്ടാകാതെ ശ്രദ്ധയോടെ മുമ്പോട്ട് പോവുക, അതൊരു ജീവിത പാഠമാക്കിയെടുക്കുക. അതേപ്പറ്റി ഓർത്ത് വിഷമിക്കാതിരിക്കുക. വിഷമം ഉണ്ടാകും, ഓവർകം ചെയ്യണം, ചിന്തകളൊക്കെ മാറ്റിക്കണം, നമ്മൾ ഓവർകം ചെയ്യണം. കാരണം നമ്മുടെ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യം, അതേപ്പറ്റി എത്ര മാസം, എത്ര വർഷം ഓർത്ത് വിഷമിച്ചാലും സംഭവിച്ച കാര്യം ഇല്ലെന്നാക്കാൻ പറ്റുമോ? പറ്റത്തില്ല, സംഭവിച്ചു പോയി. നമ്മളതേപ്പറ്റി എത്ര വിഷമിച്ചാലും സംഭവിച്ച കാര്യം ഇല്ലെന്നാക്കാൻ പറ്റത്തില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ് ആൻഡ് ഈസ് ഗോൺ. ഓക്കെ, അപ്പം സംഭവിച്ച കാര്യം നമ്മൾ എത്ര വിഷമിച്ചാലും മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ ഒരു വലിയൊരു അപകടമുണ്ട്. നമ്മുടെ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യം, വിഷമിക്കുന്ന ഒരു കാര്യം, അതേപ്പറ്റി നമ്മൾ ഓർത്ത് വിഷമിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താണെന്നറിയാവോ? അവിടെ ഈ പ്രപഞ്ചത്തിലൊരു നിയമമുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും ആകർഷണ നിയമം. ആകർഷണ നിയമം വലിയ സബ്ജക്റ്റാണ്. ഒറ്റ വാക്ക് ഞങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ, നമ്മൾ സദാസമയവും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ചിന്തകൾക്കൊക്കെ മാഗ്നറ്റിക് പവറുണ്ട്. നമ്മുടെ മനസ്സിന് മാഗ്നറ്റിക് പവറുണ്ട്. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സ് നമ്മുടെ ലൈഫിലേക്ക് പലതും ആകർഷിച്ചു തരും. നമ്മുടെ ചിന്തകളൊക്കെ യാഥാർത്ഥ്യമായി തീരും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം. അപ്പം അത് നമ്മുടെ ചിന്തകൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും നമ്മുടെ ലൈഫിലേക്ക് പലതും ആകർഷിക്കും. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ പലതും ആകർഷിച്ച് വരുത്തും. ചിലരുടെ ലൈഫിലേക്ക് ചില അപകടങ്ങൾ ആകർഷിച്ച് വരുത്തും, രോഗങ്ങൾ ആകർഷിച്ച് വരുത്തും. ചിന്തകളിൽ കൂടെയാണ് ഇതെല്ലാം കേട്ടോ. ചിന്തകൾ യാഥാർത്ഥ്യം വരുത്തുന്നേ പറഞ്ഞില്ലേ, ചിന്തകളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. അപ്പം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തന്നെ ഹസ്ബൻഡ് വേദനിപ്പിച്ചു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളെ ചതിച്ചു വേദനിപ്പിച്ചൊരു ദുഃഖാനുഭവം ഉണ്ടായി, വിഷമിപ്പിക്കുന്ന അനുഭവം ഉണ്ടായി, സഹിക്കാൻ പറ്റിയില്ല. അപ്പം അതിനുശേഷം എന്നും അതേപ്പറ്റി ഓർത്ത് വിഷമിക്കുകയാണെങ്കിൽ ആ ചിന്തകളൊക്കെ എങ്ങോട്ട് ചെല്ലും? സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെല്ലും. ആ സംഭവിച്ച ഒരു നെഗറ്റീവ് അനുഭവത്തെപ്പറ്റിയുള്ള ചിന്തകൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെല്ലും. അപ്പം അത്തരം അനുഭവം നമ്മൾ വീണ്ടും ആ അനുഭവത്തിൻ്റെ മെസ്സേജ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെന്നു.
എന്ത് ചെയ്യും? സബ് കോൺഷ്യസ് മൈൻഡ് അത്തരം അനുഭവങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് ആകർഷിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. നമ്മളൊന്ന് ചിന്തിക്കുന്നോ അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ദുരനുഭവം ലൈഫിലുണ്ടായി, അതേപ്പറ്റി നമ്മൾ എന്ന് ഓർത്ത് വിഷമിക്കുകയാണെങ്കിൽ അത്തരം അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ വീണ്ടും വീണ്ടും തുടരെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചിന്തകൾ മാറ്റണം. ചിന്തകൾ മാറ്റാതെ ലൈഫ് മാറത്തില്ല. അപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ലൈഫ് ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങൾ പുരുഷന്മാരും സ്ത്രീകളും ശ്രദ്ധിക്കണം. നമ്മുടെ ലൈഫ് ദുഃഖിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പം അതേപ്പറ്റി ഓർത്ത് വിഷമം ഉണ്ടാകും, അതിന് ഓവർകം ചെയ്യുക, സ്ഥിരം ദുഃഖിക്കാതിരിക്കുക, അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക. അത്ര സംഭവം ഉണ്ടാകും നമ്മളിന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക, ജാഗ്രതയോടെ മുമ്പോട്ട് പോവുക. ആ സംഭവം കഴിയുന്ന പെട്ടെന്ന് മറന്നു കളയാൻ നോക്കുക. അതേപ്പറ്റി ഓർത്ത് വിഷമിക്കാതെ എണ്ണിപ്പാടാതിരിക്കുക കേട്ടോ. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കണം, പഴയ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് വിഷമിക്കാൻ പാടുള്ള ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം. അതായത് ഞാൻ പറഞ്ഞു ഈ മൈൻഡും ഹെൽത്തുമായിട്ട് ബന്ധമുണ്ട്, മൈൻഡും ഡിസീസുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം. ഒരു പൈലറ്റ്, അദ്ദേഹത്തിൻ്റെ പേര് മോറിസ് ഗുഡ്മാൻ എന്നാണ്. അദ്ദേഹം വിമാനം പറത്തിക്കൊണ്ട് അമേരിക്കക്കാരനാണ്, ആകാശത്ത് കൂടെ പോവുകയായിരുന്നു. പക്ഷേ ആകാശത്ത് വെച്ച് വിമാനത്തിൻ്റെ എൻജിൻ കംപ്ലൈൻ്റായി, എൻജിൻ കേടായിപ്പോയി, വിമാനം തകർന്ന് താഴെ വീണു. നമുക്കറിയാം വിമാനം തകർന്ന് വീണാൽ പിന്നെ അതിൻ്റെ പൈലറ്റിൻ്റെ അവസ്ഥ, വിമാനം തകർന്നു പോകും, പൈലറ്റും തകർന്നു പോകും, യാത്രക്കാരനും തകർന്നു പോകും. അപ്പോൾ ഇദ്ദേഹം വിമാനം തകർന്ന് താഴെ വീണു, വിമാനം തവിട് പൊടി, ഇദ്ദേഹം തവിട് പൊടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും ഡെത്തായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ഡെത്തായില്ല. എല്ലാ ഭാഗവും ഒടിഞ്ഞുറങ്ങി ചമ്മന്തിപ്പരുവായി. ബ്രെയിൻ ഡെത്തായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ഡെത്താകത്തുള്ള ചിന്തിക്കാൻ പറ്റും, പറയുന്ന കേൾക്കുക, സംസാരിക്കാൻ പറ്റത്തില്ല. ശരീരം മൊത്തം തളർന്നു പോയി. കാരണം അദ്ദേഹത്തിൻ്റെ വീഴ്ചയിൽ താഴോട്ട് വന്ന് വീണപ്പം ഈ കഴുത്തടിച്ചാണ് വീണത്. കഴുത്തിൻ്റെ ഇവിടെ കശേരക്കളുണ്ട്, ബെർട്ടിബ്രാസ്. അദ്ദേഹത്തിന് 3 ബെർട്ടിബ്രാസ് തകർന്നു പോയി. ഈ ബെർട്ടിബ്രാസിൻ്റെ ഉള്ളിൽ, കശേരക്കൾക്കുള്ളിൽ എന്തുണ്ടെന്നറിയാമോ? സുഷുമ്നാ നാഡി, സ്പൈനൽ കോഡുണ്ട്. അതെന്തെങ്കിലും ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തളർന്നു പോകും. അതിൽ 3 ബെർട്ടിബ്രാസ് തളർന്നു പോയി, സുഷുമ്നാ നാഡിക്ക് ക്ഷതം സംഭവിച്ചു, ശരീരം തളർന്നു പോയി, ഒരു ഭാഗം അനക്കത്തില്ല. പിന്നെ വേറൊരു വലിയ കാര്യം ഉണ്ടായത്, വലിയ അപകടം, നമ്മുടെ ശരീരത്തിൻ്റെ ഈ ഭാഗത്ത് ഡയഫ്രം എന്നൊരു പേശുണ്ട്, ഡയഫ്രം. ആ ഡയഫ്രം നമുക്ക് തകർന്നു പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഡയഫ്രം എന്നുള്ള സ്ട്രോങ് അല്ല, നമുക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ ഡയഫ്രം തകർന്നു പോയി, ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലാക്കി, ICUവിലാക്കി, കൃത്രിമ ശ്വാസം കൊടുത്തു, വെന്റിലേറ്ററിലാക്കി, കൃത്രിമ ശ്വാസം കൊടുത്തു. വെന്റിലേറ്റർ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ കാശ് കളയാന്നുള്ളതേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ഡെത്തായില്ലെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഡെത്തായി. ഈ വെന്റിലേറ്റർ മാറ്റി അപ്പം ഡെത്താണ്. ഒരു കാര്യം ചെയ്യാം, എല്ലാവരും കൊണ്ടേ കാണിച്ചോളുക. വെറുതെ എന്തിനാണ് നമ്മൾ ചികിത്സ കാശ് കളയുന്നത്? ഡോക്ടർമാർ കോടീശ്വരനാണ്, ഇഷ്ടംപോലെ പണമുണ്ട്, പണം കൊണ്ട് കാര്യമില്ല, ചികിത്സിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിനെ കേൾക്കാം, സംസാരിക്കത്തില്ല. പക്ഷേ അദ്ദേഹം കണ്ണടച്ച് കാണിച്ചു, എനിക്കാരെയും കാണണ്ട, കണ്ണടച്ച് കാണിച്ചു എനിക്കാരെയും കാണണ്ടെന്ന്. അദ്ദേഹം നമ്മളെപ്പോലെ സങ്കടം കൊണ്ടോ വിഷമം കൊണ്ടോ അല്ല അദ്ദേഹം കണ്ണടച്ച് കാണിച്ചത്, ആരും കാണണ്ടെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അതുപോലെ വലിയ ദൈവവിശ്വാസിയായിരുന്നു അദ്ദേഹം. ഈ മനസ്സിൻ്റെ പവറിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം അവിടെ കൊണ്ടൊരു ഗോളങ്ങ് സെറ്റ് ചെയ്തു. ചെയ്യുന്നതെന്നറിയാവോ? അദ്ദേഹം ഓപ്പറേഷന് കൺസെൻറ്റ് കൊടുത്തു, ഓപ്പറേഷൻ നടത്തി. അദ്ദേഹം ഒരു ഗോളങ്ങ് സെറ്റ് ചെയ്തു. എന്താണെന്നറിയാവോ? അദ്ദേഹം ഒരു ക്രൈസ്തവനായിരുന്നു, വലിയൊരു വിശ്വാസിയായിരുന്നു. ക്രിസ്മസ് അടുത്ത് വരുന്നുണ്ട്, ക്രിസ്മസ് ഇതുപോലെ ഡിസംബർ മാസം ക്രിസ്മസ് അടുത്ത് വരുന്നുണ്ട്. അദ്ദേഹം ഒരു ഗോൾ സെറ്റ് ചെയ്തതെന്നറിയാവോ? ഞാൻ ക്രിസ്മസിന് നടന്ന് പള്ളിയിൽ പോകുമെന്ന് ഒരു ഗോൾ സെറ്റ് ചെയ്തതാണ്. ഡോക്ടർമാർ ഉപേക്ഷിച്ച ആളാണ്, ശ്വാസം പോലും എടുക്കുന്നത്, വെന്റിലേറ്റർ മാറ്റി അപ്പം ഡെത്താണ്. ബ്രെയിൻ മാത്രം ഡെത്തായിട്ട് ബാക്കിയെല്ലാം, കണ്ണ് മാത്രം അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാം, ഒരു ഭാഗം അനക്കത്തില്ല. അദ്ദേഹം ഒരു ഗോൾ സെറ്റ് ചെയ്യുകയാണ്, ഞാൻ ക്രിസ്മസിന് നടന്ന് പള്ളിയിൽ പോകുമെന്ന്. നമ്മളങ്ങനെ പുച്ഛിച്ചു പോയി. നമ്മളപ്പോൾ എന്ത് ചിന്തിക്കും? നമ്മൾ വിലപത്രത്തെപ്പറ്റി ചിന്തിക്കും, മക്കളെപ്പറ്റി ചിന്തിക്കും, കടത്തെപ്പറ്റി ചിന്തിക്കും, നമ്മൾ വിഷമിക്കും, കരയും, സങ്കടപ്പെടും. നമ്മളപ്പോൾ തീർന്നു. അദ്ദേഹം ചിന്തകൾ മാറ്റി, അദ്ദേഹം ഒരു ഗോൾ സെറ്റ് ചെയ്തു, ഞാൻ നടന്ന് പള്ളിയിൽ പോകും ക്രിസ്മസ്. വീൽ ചെയറിലല്ല, നടന്ന് പള്ളിയിൽ പോകുന്ന ഗോൾ സെറ്റ് ചെയ്തത്. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നതല്ല, അദ്ദേഹം ഗോൾ സെറ്റ് ചെയ്തത്. നമ്മളൊക്കെ എത്ര ഗോൾസ് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ? ചെറുപ്പം മുതൽ എന്തായാലും ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, വലിയ പ്രൊഫഷൻ നേടിയെടുക്കണം, അമേരിക്കയിൽ പോയി വർക്ക് ചെയ്യണം, ഒത്തിരി ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വല്ലതും നടന്നിട്ടുണ്ടോ? 90% കിട്ടിയിട്ടില്ല, അതാണ് യാഥാർത്ഥ്യം അല്ലേ? അത് എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ തന്നെയാണ്, ഒരാളുടെ മാത്രമല്ല. നമ്മൾ പല സ്വപ്നങ്ങൾ കാണും, പക്ഷേ ജീവിതം വരുന്ന വേറൊരു വഴിക്ക്, അനുഭവങ്ങൾ വരുന്ന വേറൊരു വഴിക്ക്. പിന്നെ അടിക്കുന്ന വഴിയെ പോയില്ലെങ്കിൽ പോകുന്ന വഴിയെ അടിക്കുക. ലൈഫ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഇപ്പം അല്ലേ? അതിൻ്റെ കാര്യം എന്തെന്നറിയാവോ? ചെറുപ്പം മുതലുള്ള നമ്മുടെ ഗോൾസ് ഒന്നും ഗോളായി മാറിയിട്ടില്ല. അതൊക്കെ വെറും വിഷമായിട്ട് മനസ്സിൽ കിടക്കുകയാണ് കേട്ടോ. അതൊക്കെ ഗോളാക്കി മാറ്റണം.
ഗോളാക്കി മാറ്റിയെങ്കിൽ മാത്രമേ ആ, നമ്മുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമായി തീരത്തുള്ളൂ. അതിന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ എഴുതി വെക്കണം. ഒന്നുകിൽ ഗോൾ ചാർട്ട് അല്ലെങ്കിൽ ബുക്ക് എഴുതി വെക്കണം. നമ്മൾ ചെറുപ്പം മുതൽ ഗോളൊന്നും എഴുതി വെച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. അപ്പം ഒന്ന് എഴുതി വെക്കണം. പിന്നെ രണ്ടെന്താണെന്നറിയാവോ, സബ് കോൺഷ്യസ് മൈൻഡ് വേണം ഗോൾ സെറ്റ് ചെയ്യാൻ. നമുക്കത് സാധിക്കത്തില്ല. കാരണം ബോധമനസ്സിനും ഉപബോധമനസ്സിനും ഇടയ്ക്ക് ഒരു തടസ്സമുണ്ട്. നമ്മുടെ ഗോളൊന്നും അങ്ങോട്ട് പോകത്തില്ല. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു, ഗോൾ എഴുതി വെക്കണമെന്ന് അറിയാമായിരുന്നു. അദ്ദേഹത്തിന് മൈൻഡ് പവർ അറിയാമായിരുന്നു. അമേരിക്കക്കാർക്കും യൂറോപ്യൻസിനും നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് അറിയാം. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാമെന്നറിയാം, എഴുതി വെക്കാൻ വേണ്ടിയിട്ട് കാര്യം കണ്ടെത്തി. അദ്ദേഹം കണ്ണ് കാണിച്ച് നേഴ്സിനെ വിളിച്ചു. നേഴ്സ് ഓരോ അക്ഷരം തൊടുമ്പോഴത്തേനും അദ്ദേഹം കണ്ണടച്ചും തുറന്നും കാണിച്ചു കൊടുത്ത് നേഴ്സിനെ കൂടി എഴുതി വെപ്പിച്ചു, ഐ വിൽ വാക്ക് ഔട്ട് ബൈ ക്രിസ്മസ്. ഞാൻ ക്രിസ്മസിന് നടന്ന് പള്ളിയിൽ പോകുന്നു. അദ്ദേഹം